അതെ, പാചകത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് എന്നെ മോളെ മോളെ എന്ന് വിളിക്കണം. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരൂ. ആ, മോളെ എന്ന് വിളിക്കാം. അങ്ങനെ വെറുതെ വിളിച്ചാൽ പോരാ, സ്നേഹത്തോടെ വിളിക്കണം. വിളിക്കാം നയനെ. നയനേന്നല്ല, മോളെ. ഓ മോളെ വിളിക്കാം. അങ്ങനെ നമ്മുടെ ആദർശിനെ ചൂണ്ടാണി വിരലിലിട്ട് കറക്കുകയാണ് നമ്മുടെ നയന. കാരണം എന്താണെന്ന് വെച്ചാൽ പാചകത്തിന് വേണ്ടിയിട്ടാണ്. ആദർശാണ് ആണുങ്ങളുടെ പാചകത്തിൽ ആ ഒരു ടീമിൻ്റെ ലീഡറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആദർശിന് ശരിക്കും പറയുകയാണെങ്കിൽ പാചകമൊന്നും അറിയില്ല. അങ്ങനെ നയന നമ്മുടെ ആദർശിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആദർശും മുത്തച്ഛനും അതുപോലെ തന്നെ ആണുങ്ങൾ, അനന്തപുരിയിലുള്ള എല്ലാ ആണുങ്ങളും കൂടി ചേർന്നിട്ട് പാചകത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒറ്റ എണ്ണത്തിനും പാചകം അറിയില്ല. നമ്മുടെ ആദർശിനാണെങ്കിൽ കുറച്ച് വാചകം മാത്രമേ അറിയൂ. ആ വാചകത്തിൽ നമ്മുടെ ആദർശ് എല്ലാവരോടും പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്കെല്ലാം പാചകം ചെയ്യാൻ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പാചകത്തിനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സമയത്ത് ആദർശ് പറയുകയാണ്, മസാല കിട്ടണം, മസാല കിട്ടാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ അനി കണ്ടെത്തി കൊടുക്കുകയാണ് മസാല കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ആദർശ് പറയണം, ഇനി പെപ്പർ വേണം, പെപ്പർ ഇല്ലാതെ പാചകം ഒന്നും നടക്കാൻ പോണില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, പെപ്പർ നമുക്ക് നോക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനി ഇങ്ങനെ നോക്കുകയാണ് പെപ്പർ എവിടെയൊക്കെ ഇരിക്കുന്നു എന്നുള്ളത്. എല്ലാവരും കൂടി ചേർന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് പാചകത്തിനുള്ള സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം, അതിനുശേഷം പാചകം ചെയ്യാം എന്നിങ്ങനെ ആദർശ് പറയണം. എന്നിട്ട് നൈസിന് ആരും കാണാതെ തന്നെ ആദർശ് അവിടെ നിന്ന് മുങ്ങിയിട്ട് നേരെ ഈ പെണ്ണുങ്ങളെ മേക്കപ്പ് ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻ വന്നിട്ട് എല്ലാവരെയും തത്തിക്ക് ഒരുക്കുകയാണ്. അതിൻ്റെ കീഴിലേക്ക് ഞൂന്ന് കയറുകയാണ് ആദർശ്. എന്നിട്ടിങ്ങനെ തപ്പി നടക്കുകയാണ് ഓരോരുത്തരെയായിട്ട്. നയന എന്തിയേ, നയനയോട് പറഞ്ഞു കഴിഞ്ഞാൽ നയന ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ആദർശിന് നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മുടെ നയനയെ തിരക്കി തപ്പുകയാണ് ആദർശ്. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ആരെയും കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കണം. മുഖത്തിലെ എന്താ പറയുന്നത്, ഫേഷ്യലിൻ്റെ ഇതൊക്കെ ചേർത്ത് അതിനെന്താ പറയുമല്ലോ, മാസ്ക് വെച്ചിരിക്കുന്നതെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും കൺതടത്തിൽ കുക്കുംബറുണ്ട്. അപ്പോൾ ആരെയും കണ്ടിട്ട് അറിയാൻ വയ്യ. എല്ലാവരും ഏകദേശം ഒരേ ലെവലിൽ ഇരിക്കുകയാണ്. മുത്തശ്ശിയെ പോലും വെറുതെ വിട്ടിട്ടില്ല. മുത്തശ്ശിയുടെ മുഖത്തും ഏതാണ്ടൊക്കെ വാരി തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നീറ്റലെടുക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് ആ ഒരു സമയത്തിൽ നോക്കിയിട്ട് നയനയെ കണ്ടിട്ട് കാര്യം നടക്കൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി മനസ്സിലാവുകയാണ് ആദർശ് അവിടെ എത്തിയിട്ടുണ്ടെന്ന്. ദേവയാനി പെട്ടെന്ന് കണ്ണിലിരുന്ന കുക്കുംബറൊക്കെ എടുത്ത് മാറ്റിയിട്ട്, ആദർശേ നിനക്കെന്താ ഇവിടെ കാര്യം, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അമ്മേ അത് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ആയി എന്നൊക്കെ നോക്കാനായിട്ട് വന്നതാണ് എന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയണം, അതെ നീ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയേണ്ട കാര്യമില്ല, വേഗം പോയി പാചകം നന്നായിട്ട് ചെയ്യ് എന്നിങ്ങനെ പറയുകയാണ്. നമ്മളിപ്പോൾ ഈ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ചൂടുള്ള ഭക്ഷണം കിട്ടണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് ഇങ്ങനെ നൈസിന് എന്നിട്ട് ദേവയാനി കണ്ണിൽ ഇതങ്ങ് എടുത്ത് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് നേരെ നയനയെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അത് നയനയ്ക്ക് മനസ്സിലാവുകയാണ്. നയന പെട്ടെന്ന് കണ്ണിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയിട്ട് നയന പറയണം, ആദർശേട്ടാ ഇങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ മനുഷ്യനെ വിളിച്ചില്ലെങ്കിൽ നേരെ ചേച്ചിയുടെ അടുത്തേക്കായിരിക്കും, നവ്യേച്ചിയുടെ അടുത്തേക്കായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ആദർശ് അടുത്ത് വരികയാണ്. അപ്പോൾ നയന വയ്ക്കണം, എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ആദർശ് പറയണം, നയനെ ഒരു ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്ത് ഹെൽപ്പ്, ആരും കേൾക്കാതെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അതെ എനിക്കിവിടെ സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. അപ്പോൾ നയന പറയുകയാണ്, അത്രയേ ഉള്ളോ, അത് ഞാൻ പറഞ്ഞു തരാം, ഒരു കാര്യം ചെയ്യ്, മൊബൈൽ ഇങ്ങോട്ടിട് എന്നിങ്ങനെ പറയണം. അങ്ങനെ ആദർശ് മൊബൈൽ കൊടുക്കുകയാണ്. ആദർശിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചിട്ട് അതിൽ ഏതാണ്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നയനെ തിരിച്ച് കൊടുക്കുകയാണ് മൊബൈൽ. അതിനുശേഷം നയന പറയുകയാണ്, പിന്നെ ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാം,
പക്ഷേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ ദേവയാനി അങ്ങോട്ട് നോക്കിയിട്ട് പറയണേ, എന്താ ആദർശേ, നിനക്ക് പോകാൻ സമയമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ആ ഇപ്പോൾ പോവും അമ്മേ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി പറയണ, ആദർശേ, നിനക്ക് പാചകം ചെയ്യാൻ അറിയില്ലെങ്കിൽ നീ അതങ്ങോട്ട് തുറന്നു പറ, എന്നിട്ട് നീ നിന്റെ തോൽവി സമ്മതിച്ച് തലയും കുനിച്ച് നീ അങ്ങ് പോ എന്നിങ്ങനെ പറയണേ മുത്തശ്ശി. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയണം, അയ്യേ, അങ്ങനെ തലയും കുനിച്ച് പോവേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം, നോക്കിക്കോ, ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളി ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കും എന്ന് പറയണം. അപ്പോൾ ഉടനെ ദേവയാനി പറയണേ, എന്നാലേ അത് കഴിച്ചിട്ട് പറയാം 5 സ്റ്റാർ ആണോ 7 സ്റ്റാർ ആണോ എന്നുള്ള കാര്യം എന്നിങ്ങനെ പറയണം. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആദർശ് നയനയോട് പറയണം, നയനെ നിൻ്റെ ഹെൽപ്പ് വേണം കേട്ടോ എന്നിങ്ങനെ പറയണം. എന്നിട്ട് ആദർശ് പറയണം, അതെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇയർബഡ്സ് എടുത്ത് ചെവിയിൽ വെച്ചേക്കാം, അപ്പോൾ ആ സമയത്തിന് നീ എനിക്ക് അപ്പപ്പോഴും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഫോൺ വഴി തന്നാൽ മതി, അത് ആകുമ്പോൾ ആരും അറിയാൻ പോണില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, പിന്നെ എന്നിങ്ങനെ പറയണം. എന്നിട്ട് നയന പറയണം, ദേ ഞാൻ ഇത് വല്ലതും പറഞ്ഞു തന്നാലുണ്ടല്ലോ ഇവിടെ ഉള്ളൊരു ഭൂകമ്പം ഉണ്ടാക്കും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവയാനി പറയണം, എന്താടാ നീ അവിടെ കിടന്ന് കറങ്ങുന്നത്? അപ്പോൾ ഉടനെ നയന പറയണ, അത് അമ്മേ, പാചകത്തിനുള്ള പൗഡറുകളൊക്കെ ഞാനല്ലേ വെച്ച് പൂട്ടിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ആദർശേട്ടന് അറിയില്ല എവിടെയൊക്കെയാണ് എന്തൊക്കെ ഇരിക്കുന്നതെന്ന്, അത് ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ദേവയാനി പറയണ, അങ്ങനെയാണെങ്കിലുണ്ടല്ലോ നീ അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ നയന ആദർശിനോട് പറയണം, കേട്ടില്ലേ ആദർശേട്ടാ, പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ ആദർശ് പറയണം, എൻ്റെ പൊന്നു നയനെ നീ ചതിക്കല്ലേ എന്ന് പറയണം. അപ്പോൾ നയന ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ ആദർശ് പറയണം, എൻ്റെ നയന മോളല്ലേ, എനിക്കൊന്ന് പറഞ്ഞതാ. അപ്പോൾ ഉടനെ നയന പറയണം, ആഹാ കൊള്ളാലോ, എന്താ ആദർശേട്ട ഇപ്പോൾ വിളിച്ചത്? അത് പിന്നെ നയനേന്നല്ല, നയന എന്നുള്ള വിളി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണ് ആദർശേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അത് പിന്നെ പറ എന്താണിപ്പോൾ വിളിച്ചത്? അപ്പോൾ ആദർശ് പറയണം, അത് ഞാൻ മോളെ എന്നല്ലേ വിളിച്ചത്. എന്നാലേ അതൊരു 5-6 വട്ടം വിളിക്ക്, അതിന് ശേഷം പറഞ്ഞു തരണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആദർശ്, മോളെ പ്ലീസ് എനിക്കൊന്ന് പറഞ്ഞു താ മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയണം, ഇനി ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറയണം. അങ്ങനെ അതിനു മുമ്പ് ആദർശമായിട്ട് ഒരു കാര്യം ചെയ്യും, എനിക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, ജ്യൂസൊക്കെ കൊണ്ടുവരാം, ജ്യൂസ് ഒരു പാടുമില്ലല്ലോ, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ജ്യൂസ് ആവില്ലേ? അങ്ങനെയുള്ള ജ്യൂസൊന്നും അല്ല, ഇത് പാലൊക്കെ ചേർക്കണം. പാലൊക്കെ ചേർത്താണോ ജ്യൂസ് അടിക്കുന്നത്? നല്ല ജ്യൂസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം, ആദർശിഷ്ടം പോയി ഫ്രൂട്ട്സൊക്കെ എടുത്ത് കട്ട് ചെയ്യും എന്ന് പറയണം. അങ്ങനെ ആദർശ് നേരെ അങ്ങ് കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ ഏതാണ്ടൊക്കെ ഇളക്കിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അജയനും പറയണ, അച്ഛാ ഇതെന്താ അച്ഛാ ഇത്, അത് കരിയുന്നു അച്ഛാ, ആ സവാളയൊക്കെ കരിയുന്നു. ഉടനെ മുത്തശ്ശൻ പറയണേ, ഇല്ലടാ മക്കളെ, അത് കരിയുന്നേന്നുമില്ല, അത് മൊരിയാണ് എന്ന് പറയണ. അപ്പോൾ നമ്മുടെ ജയൻ വന്ന് നോക്കിയിട്ട്, അച്ഛാ ഇത് തീ കൂടുതലാണ് അച്ഛാ, ഇത്രയും തീയൊക്കെ ഇട്ടാലേ ഉണ്ടല്ലോ ഇത് മുഴുവനും നാശമായി പോകും അച്ഛാ എന്ന് പറഞ്ഞിട്ട് ജയൻ വന്നിട്ട് തീയൊക്കെ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയണേ, ഇല്ലടാ മോനെ, ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ എൻ്റെ അച്ഛാ അത് കരിഞ്ഞു തുടങ്ങി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആദർശം വരുമ്പോൾ ചോദിക്കണം, ഇവിടെ എന്തായി അച്ഛാ, ഇവിടെ എല്ലാമൊക്കെ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഉടനെ നമ്മുടെ മുത്തശ്ശൻ പറയണേ, എടാ മക്കളെ, കണ്ടില്ലേ ഇവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്, അതിന് മുത്തശ്ശന് വല്ലതും അറിയാമോ പാചകം? എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൊന്നും കൂടാ, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് വേണം, മുത്തശ്ശ ഒരു കാര്യമുണ്ടേ, ഞാൻ അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്, എന്നോട് അവിടെ മേക്കപ്പ് ചെയ്യുന്നവരെല്ലാവരും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയണം, അതെന്തായാലും നന്നായി മോനെ, അബി നീ ഒരു കാര്യം ചെയ്യടാ, അവിടെ ഇരിക്കുന്നേ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആപ്പിളും മൂസാമ്പിയൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക, പിന്നെ മാംഗോയും ഉണ്ട് അതും കൂടി എടുത്തോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പി പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അനിയാണെങ്കിൽ ആ ഒരു തിട്ടപ്പുറത്ത്, അതായത് ആ ഒരു സ്ലാവിൻ്റെ മണ്ടയിൽ കയറിയിട്ട് വട്ടക്കാലിട്ട് ചെമ്മണക്കാരും പൂട്ടി ഇരുന്നിട്ട് ഇടികല്ലിൽ വെച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ഇടിച്ച് പറക്കുകയാണ് നമ്മുടെ അനി. അപ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ട് നോക്കിയിട്ട് പറയണം, എടാ ഒന്ന് ദേഹം ഒന്ന് അനങ്ങട്ടെ, കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആക്കുകയില്ലേ, ഒന്ന് പെട്ടെന്ന് ആവട്ടടാ ചെറുക്ക എന്ന് പറയുകയാണ്. എന്നിട്ട്
അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയണേ, എൻ്റെ ആദർശേ, ഇതുണ്ടല്ലോ, നമ്മുടെ പെണ്ണുങ്ങൾ നമുക്ക് എത്ര ആഹാരം വെച്ചുണ്ടാക്കി തന്നാലും നമുക്കൊരു തൃപ്തി കാണില്ല. നമ്മളെപ്പോഴും എല്ലാത്തിനും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിനക്ക് എന്താണ് ജോലി, ഇതാണോ ഉണ്ടാക്കിയത്, അതാണോ ഉണ്ടാക്കിയതെന്ന്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഒരു ദിവസം അടുക്കളയിൽ കയറിയാൽ മാത്രമേ അതെന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് അവരത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടുണ്ടല്ലോ, ഇനി മുതൽ മാസത്തിൽ 1-2 ദിവസം നമ്മൾ ആണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അടുക്കള പണികളെല്ലാം ചെയ്ത് അവർക്ക് വച്ച് വിളമ്പി കൊടുക്കണം. ഇതൊരു ശീലമാക്കണം എന്ന് പറയണം. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമാവും. അല്ലെങ്കിലുണ്ടല്ലോ, അവർ എത്ര കാലം കൊണ്ട് ഇങ്ങനെ സഹിക്കുന്നതാണ്, കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ അവർ തന്നെ പൊട്ടിത്തെറിക്കും. അങ്ങനെ പിന്നീട് ഈ വീട്ടിൽ അതിൻ്റെ പേരിൽ ഇനി പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ആദർശ് പറയണേ, എൻ്റെ മുത്തശ്ശ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കല്ലേ, ഇതുവരെ ഇല്ലാത്ത പുതിയ ശീലങ്ങളൊന്നും തുടങ്ങി വെക്കല്ലേ മുത്തശ്ശ, പിന്നീടേ അത് നമുക്ക് തന്നെ തലവേദനയാവും. എന്താടാ മോനെ ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല, അന്യർക്കാർക്കും അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കല്ലേ. അപ്പോൾ ആദർശ് പറയണേ, വേണ്ട മുത്തശ്ശ, പിന്നെ വല്ലപ്പോഴും നമുക്ക് സന്തോഷം തോന്നുമ്പോൾ കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ന് കരുതിയിട്ടേ ഇത് ഒരു ടൈം ടേബിൾ ആക്കി വെച്ചിരിക്കുകയാണെങ്കിലുണ്ടല്ലോ, അത് പിന്നീടുണ്ടല്ലോ അത് വലിയ വഴക്ക് അതിൻ്റെ പേരിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശന് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കണ്ട എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ അഭി പറയുകയാണ്, അല്ലെങ്കിലും എനിക്ക് ഈ പാചകമൊന്നും തീരെ ഇഷ്ടമല്ല, എനിക്ക് ചിന്തിക്കാനേ വയ്യ, എനിക്ക് പാചകമേ ഇഷ്ടമല്ല എന്നിങ്ങനെ അഭി പറയണ്. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയണേ, എടാ നിനക്ക് പാചകമല്ലേ ഇഷ്ടമല്ല, അതുള്ള നിനക്കത് നന്നായിട്ട് ഉണ്ടാക്കി തന്നാൽ വെട്ടി വിഴുങ്ങുമല്ലോ നീ, അതിന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ പറയണ്. അഭിക്കുടനെ അഭിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയണം, എടാ നിന്നെ അല്ലെങ്കിൽ തന്നെ എന്തിനു കൊള്ളാടാ, നിന്നെ ഓഫീസിലൊരു വർക്ക് തരാൻ കൊള്ളില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മൂർത്തീസ് ജ്വല്ലറിയിൽ ആ ഒരു തൊഴിലാളിയായിട്ട് പോലും നിന്നെ കയറ്റാൻ കൊള്ളത്തില്ല, അത്രയ്ക്ക് മോശമാണ് നീ എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നിനക്ക് തരേണ്ട ജോലിയുണ്ടല്ലോ, ഡെയിലി കുശിനിക്കാരനായിട്ട് ഈ അടുക്കളയിൽ ഇട്ടിരിക്കുകയാണ് നിന്നെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അഭിക്ക് ആകെ നാണക്കേടാവുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ജയം പറയുകയാണ്, അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ, അഭിയുടെ കാര്യത്തിൽ അത് 100% കറക്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ അജയൻ പറയണം, അത് ശരിയാ ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ അച്ഛൻ പറഞ്ഞതുണ്ടല്ലോ 100-ന് 101% കറക്റ്റാണെന്ന് പറയുകയാണ്. അപ്പോൾ അഭിക്കാണെങ്കിൽ മോന്തം ഇങ്ങനെ ആയിട്ടിരിക്കുകയാണ് അഭിയുടേത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദർശ് ഇങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ട് ചോദിക്കണം, നയനെ പറ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നയനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിയോട് പറയണേ, എടാ അഭി ഫ്രിഡ്ജിലിരിക്കുന്ന കട്ടിപ്പാലുകളൊക്കെ ഇങ്ങോട്ട് എടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ആദർശ് ജ്യൂസ് അടിക്കുകയാണ്. ജ്യൂസ് അടിച്ചിട്ട് ഗ്ലാസ്സുകളിലേക്ക് പകരുകയാണ്. എന്നിട്ട് ആദർശ് പറയാണ്, മുത്തശ്ശ ഞാൻ ആദ്യം കൊണ്ടുവന്ന് അവിടെ നമ്മുടെ വീട്ടിലെ സ്ത്രീരത്നങ്ങൾക്കൊക്കെ ഇതൊന്ന് കൊണ്ട് കൊടുക്കട്ടെ, വന്നതിന് ശേഷം നമുക്ക് കുടിക്കാം എന്നിങ്ങനെ പറയണം. എന്നിട്ട് ബാക്കി ജോലികളിലേക്കൊക്കെ കടക്കാം. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് കുറച്ച് വർക്കുകൾ നിങ്ങൾ ചെയ്തു വെച്ചേക്കണം. അതായത് ഉരുളക്കിഴങ്ങാണേ, കിഴങ്ങും സവാളയും വെണ്ടയ്ക്കൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണം എന്ന് പറയണം. അതിനുശേഷം ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് ആ ജ്യൂസും സംഭവങ്ങളൊക്കെ എടുത്ത് ട്രേയോട് കൂടി കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നിട്ട് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ജാനകിക്ക്, ദേവയാനിക്ക്, ജലജയ്ക്ക്, മുത്തശ്ശിക്ക്, അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ്. നവ്യയ്ക്ക്. ഒടുവിൽ നമ്മുടെ മേക്കപ്പൊന്നും ഇടാതെ നിൽക്കുകയാണ് നമ്മുടെ അനാമികയ്ക്ക് മാത്രം കൊടുക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നയനയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, ആദർശിട്ട് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആദർശ് നയനയുടെ വായിൽ ഇങ്ങനെ പിടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ജ്യൂസ് ഇങ്ങനെ വായിൽ വെച്ച് കുടിപ്പിക്കുകയാണ് നയനെ. അപ്പോഴുണ്ടല്ലോ, അപ്പോൾ ഉടനെ തന്നെ ജ്യൂസ് കുടിച്ചിട്ട് ജ്യൂസ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണം, നല്ല ജ്യൂസ് മോനെ, നന്നായിട്ടുണ്ട്, നയന മോൾ ഉണ്ടാക്കുന്ന ജ്യൂസിൻ്റെ അതേ രുചി എന്നിങ്ങനെ മുത്തശ്ശി പറയണം. അപ്പം പ്ലിങ്ങാവുകയാണ് ആദർശ്. അപ്പോൾ ഉടനെ തന്നെ നയന പറയാണ്, അത് പിന്നെ എങ്ങനെയാണ്, ഞാനല്ലേ ഉണ്ടാക്കിയത് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, അതൊക്കെ പറയടി, ആരെങ്കിലുമൊക്കെ കേൾക്കും എന്ന് പറയണം. അപ്പോൾ നയന പറയണം, ആരും കേൾക്കില്ല ആദർശേട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടാലെന്താ, അതല്ലേ സത്യം, ഞാൻ കഷ്ടപ്പെട്ടിട്ട് അതിനൊരു വിലയില്ലേ നയനെ, അതിന് ആദർശേട്ട എന്ത് കഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്, ആദർശേട്ട അതുപോലെ ചെയ്തതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, നീ എന്നെ വെറുതെ ചളവാക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നയനയ്ക്ക് ആദർശ് ജ്യൂസ് ഇങ്ങനെ കുടിപ്പിക്കുകയാണ്. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കുമ്പോൾ അത് കാണുകയാണ്. ഉടനെ തന്നെ ജലജ അടുത്തിരിക്കുന്ന ദേവയാനി ഇങ്ങനെ ആക്കുകയാണ്, ഏട്ടത്തി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി ഇങ്ങനെ നോക്കിയിട്ട് എന്താ
എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേ അങ്ങോട്ട് നോക്ക് എന്നിങ്ങനെ പറയണം. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ദേവയാനി അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് നയനയ്ക്ക് ആദർശ് ജ്യൂസ് കുടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഉടനെ ചോദിക്കണേ, എടാ ആദർശേ, നീ എന്താടാ ഈ കാണിക്കുന്നത്? നീ ഇത്രയും തരം താണു പോയോ എന്നിങ്ങനെ ചോദിക്കണം. ഉടനെ ആദർശ് അങ്ങോട്ട് നോക്കിയിട്ട്, എന്താ അമ്മേ, എന്താടാ അവക്കെന്താ കൈയില്ലേ? നീ എന്തിനാ അവളെ കുടിപ്പിക്കുന്നത്? അവളെ കൈ കൊടുത്താൽ പോരെ? അതേ അമ്മേ, ആണ്ടെ അവളുടെ കയ്യിൽ മൈലാഞ്ചി, അവൾ 2 കയ്യിലും മൈലാഞ്ചി ഇട്ടിരിക്കുകയാണമ്മേ എന്ന് പറയുകയാണ് ആദർശ്. അതിനുശേഷം ആദർശ് അത് വീണ്ടും നയനയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നയന കുടിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ദേവയാനിക്ക് അത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. ദേവയാനി കണ്ണും കവിളുമൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ആദർശിനോട് പറയണം, മതി ഇനി നീ വേഗം അടുക്കളയിലേക്ക് ചെല്ല്, അവിടെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, അമ്മയെ എല്ലാം ഇപ്പം റെഡിയാവും, ഞങ്ങൾ പണി തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദർശ് പോവുകയാണ്. എന്നിട്ട് നയനയോട് പറയണേ, നയനെ മോളെ നയനെ, നീ ഇതൊക്കെ പെട്ടെന്ന് എനിക്കെല്ലാം പറഞ്ഞു തരണേ നയനെ, ഞാൻ നിൻ്റെ കോളിനായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് നയനെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശിനോട് പറയണം, ഇടയ്ക്കിടയ്ക്ക് എന്നെ മോളെ എന്ന് വിളിക്കണം, എന്നാൽ എല്ലാം പറഞ്ഞു തരും എന്നിങ്ങനെ പറയണം. പറയാം മോളെ എന്ന് പറഞ്ഞിട്ട് ആദർശ് പോവുകയാണ്. അങ്ങനെ ആദർശ് ചെന്ന് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പറയണം, ഇനി ഞാൻ മെയിനായിട്ടുള്ള പണികളൊക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലാം, നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് ആദർശ് ഏതാണ്ടൊക്കെ ഇളക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം മുത്തശ്ശൻ പറയണം, മോനെ നല്ല തീയലിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, മുത്തശ്ശ ഇന്ന് ഞാൻ പൊളിക്കും മുത്തശ്ശ എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അജയൻ പറയുകയാണ്, എന്തായാലും ആദർശിന് പാചകത്തിൽ നല്ല കൈപുണ്യമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആദർശ് നീ ഇതൊക്കെ എങ്ങനെയാടാ പഠിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പിന്നെ അജയൻ പറയണേ, നല്ലൊരു കലാകാരിയായ ഒരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശന് നല്ലൊരു മുത്തശ്ശിയല്ലേ കിട്ടിയത്, മുത്തശ്ശിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാലോ, എന്നിട്ട് മുത്തശ്ശനെ കൊണ്ട് പറ്റിയില്ലല്ലോ ഇതിനൊന്നും. അപ്പോൾ മുത്തശ്ശൻ പറയണേ, എൻ്റെ കൊച്ചുമോനെ, അതിന് വസുന്ധര എന്നെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചല്ലേ പറ്റൂ, പിന്നെ ഇപ്പോഴും നിങ്ങളൊക്കെ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിന് ശേഷമല്ലേ ഞാൻ ഇത്തിരി റെസ്റ്റ് ചെയ്യുന്നത്, അതിനു മുമ്പ് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ വസുന്ധര എന്നെ ഒന്നിനും സമ്മതിക്കത്തുമില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ പറയണം. അപ്പോൾ ആദർശ് പറയണം, എന്തായാലും ഇന്ന് പാചകം ഉണ്ടല്ലോ, നമ്മുടെ പാചകത്തിന് പെണ്ണുങ്ങളെല്ലാവരും 100 മാർക്ക് തരും, 100% മാർക്ക് തരും, അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കുന്നു, പാചകങ്ങളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർശ് നമ്മുടെ അനിയോട് പറയണേ, എടാ എന്തെടാ നീ ഇങ്ങനെ ഇത്രയും മുതുക്കായി ചെറുക്കൻ, എന്നിട്ട് ചെറുക്കൻ ഒന്നിനും ഉത്തരവാദിത്വമില്ല, ദേ അവിടെ കുറേ പാത്രങ്ങൾ കിടപ്പുണ്ട്, പോയി മാറിയിട്ട് കഴുകടാ, നിന്നെ എന്തിനു കൊള്ളാടാ, നിനക്ക് ഒന്നും നിനക്ക് മേലെ എനിക്ക് ചെയ്യാൻ വയ്യേ എന്നിങ്ങനെ അനിയോട് പറയാണ്. അപ്പോൾ ഉടനെ അനി ഇങ്ങനെ നോക്കുകയാണ്, ആദർശിനെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണേ, നയനേട്ടത്തിയെ പോലൊരു ഭാര്യ ആദർശേട്ടനുള്ളത് ആദർശേട്ടന് കൊള്ളാം എന്ന് പറയണം. അപ്പോൾ ചോദിക്കണം, നീ എന്താടാ അങ്ങനെ പറഞ്ഞത്, നീ എന്തർത്ഥത്തിലാടാ ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അനി പറയണേ, ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അനി പോവുകയാണ് പാത്രം കഴുകാൻ. സംഭവം എന്താണെന്ന് വെച്ചാൽ ആദർശിൻ്റെ ചെവിയിൽ ഇയർബഡ്സ് ഇരിക്കുന്നത് നമ്മുടെ അനി കണ്ടു കഴിഞ്ഞു. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നയനെ അപ്പപ്പോഴ് കമൻട്രി പറഞ്ഞാണ് ആദർശ് പാചകം ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ അനിക്ക് മനസ്സിലായി. പക്ഷേ അനി അത് ആർക്കും ചോർത്തി കൊടുത്തിട്ടില്ല, അനി അത് അനിയുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ അനി പാത്രം കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ പാചകമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. അപ്പുറത്ത് ബ്യൂട്ടീഷ്യനൊക്കെ ആ രീതിയിൽ അടിപൊളിയായിട്ട് നടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണുങ്ങളെല്ലാം മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഊർന്നൂർന്ന് മേലത്തെ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും കണ്ണാടി വച്ചിട്ടുണ്ട്, എല്ലാവരുടെയും കണ്ണിൽ നല്ല കറുത്ത കണ്ണാടി വെച്ചിട്ടുണ്ട്. ആദ്യം ജലജയും ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിയും കൂടി താഴേക്ക് വരികയാണ്. എല്ലാവരുടെയും വേഷം ലാച്ചയൊക്കെയാണ്, ലാച്ച ഗൗണ് ഇതൊക്കെയാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. കറുത്ത കണ്ണാടി എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ സെറ്റ് സാരി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഡ്രസ്സൊക്കെ ഉണ്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. മുത്തശ്ശിക്കും കൊണ്ടൊരു വലിയൊരു കറുത്ത കണ്ണാടി മുത്തശ്ശിക്കും വച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശി താഴേക്ക് വരികയാണ്. അതിൻ്റെ പിന്നാലെ വരുന്നത് എൻ്റെ പൊന്നോ 1.5 വരവ് നമ്മുടെ കനക ഇട്ടിരിക്കുന്നത് ഒരു കറുത്ത ഷോർട്ട് ടോപ്പാണ് കനക ഇട്ടിരിക്കുന്നത്. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ഷോർട്ട് ടോപ്പ്, ഒരു കറുത്ത ഷോർട്ട് ടോപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മുടെ കനക ഇറങ്ങി വരുന്നത്. നല്ല കറുത്ത കണ്ണാടി കനകയ്ക്കും ഉണ്ട്.
അതിൻ്റെ പിന്നാലെ വരുന്നത് നമ്മുടെ നവ്യയും നയനയുമാണ്. നമ്മുടെ നയനയ്ക്കാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഉടുപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. കറുത്ത കണ്ണാടിയുണ്ട്. അതുപോലെ നമ്മുടെ നയനയും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് അന്തന്മാരെ കണക്ക് കണ്ണാടിയൊക്കെ വെച്ച് നല്ല കൂളായിട്ട് ഇങ്ങനെ വരികയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുകയാണ്. അനി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ എല്ലാവരും കൂടി താഴെ വന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോഴത്തേക്ക് സെൽഫി എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അനാമിക വന്നിട്ട് പറയുകയാണ്, എല്ലാവരും നിരന്ന് നിൽക്കുക, ഇനി ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനാമിക ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയണ, വേണ്ട മോള് ഫോട്ടോ എടുക്കരുത്, മോളാണ് എൻ്റെ മരുമകൾ, വാ എൻ്റെ അടുത്തേക്ക് നിൽക്ക്, നീ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് മാറി നിൽക്കേണ്ടവളല്ല, നീ ഈ കുടുംബത്തിലുള്ളവളാണ്, അതുകൊണ്ട് എനിക്കൊപ്പം നീ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി നമ്മുടെ അനാമികയെ പിടിച്ചടുത്ത് നിർത്തുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയനയും നവ്യയും കൂടിയാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയനയോട് ദേവയാനി പറയണം, എടി നീ അവിടെ എന്ത് ചെയ്യാനോ, ഇങ്ങോട്ട് വാ, വന്നിട്ട് നീ ഫോട്ടോ എടുക്കും ഞങ്ങളുടെ എല്ലാവരെയും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നയനയ്ക്ക് വിഷമാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ട് നയനയോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഉടനെ നമ്മുടെ നവ്യ ചോദിക്കുകയാണ്, എന്താ ഇവളെന്തിനാ ഫോട്ടോ എടുക്കുന്നത്, ഇവളിവിടെ ഈ ഫോട്ടോയിൽ നിൽക്കേണ്ടവളല്ലേ, അവളെടുക്കട്ടെ ഫോട്ടോ എന്ന് പറയണം. അപ്പോൾ ഉടനെ പറയണം, നീയാണോ അത് തീരുമാനിക്കുന്നത്, ഇവൾ തന്നെ വന്നെടുക്കണം എന്ന് പറയണം. അപ്പോൾ ഉടനെ ഇവളെൻ്റെ ആരുമല്ല, ഇവളെൻ്റെ മരുമകളല്ല, അതുകൊണ്ട് ഇവൾ തന്നെയാണ് വന്നെടുക്കേണ്ടത് എന്ന് പറയണം. അപ്പോൾ ഉടനെ നവ്യ പറയണം, അതെന്താ നിങ്ങൾക്ക് വേറെ ആരും എടുത്താൽ ഒക്കില്ല, ഇവൾ തന്നെ എടുക്കണോ എന്നിങ്ങനെ നവ്യ ചോദിക്കണം. അപ്പോൾ ഉടനെ നയന പറയണം, വേണ്ട ചേച്ചി പോട്ടെ, ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്കൊന്നും ആവണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് ഇങ്ങനെ ആദർശ് ഇറങ്ങി വരികയാണ്. ഇവരുടെ എല്ലാവരുടെയും വേഷങ്ങളും എല്ലാം കണ്ടിട്ട് ആദർശ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. എന്തായാലും ഇന്ന് അടിപൊളി എപ്പിസോഡായിരുന്നു. പത്രമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് സൂപ്പർ എപ്പിസോഡായിരുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടവരെല്ലാവരും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.